ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു നോമ്പ് തുറവിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നോമ്പൊക്കെ ലാസ്റ്റ് ആവാനായി ഏതായാലും. അപ്പോൾ എൻ്റെ ഇമ്മന്ന് ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളമ്മ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആദ്യം കുക്കറൊക്കെ വെച്ചിക്കണ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കുക്കർ ആദ്യം വെച്ചിട്ട് അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിക്കാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ അല്ല, അത് തവിടെണ്ണയാണ്. ഇവിടെ തവിടെണ്ണയിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ അത് നമ്മൾ തവിടെണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. വെള്ളം ഇവിടെ ഉണ്ട്, ചൂടാവണോ. അപ്പം നമ്മളെ മമ്മി ഓല കൊണ്ടുവരാൻ പോയിക്കാണ് കേട്ടോ നെയ്ച്ചോറ്റിലിടാൻ. ഇതാരാണ് നമ്മൾ മൂക്ലോസും പൊടി കഴിക്കണേ? ഞഞ്ഞ. അപ്പം അതാ നമ്മളമ്മ ഉമ്മൂട്ടിയാത്താൻ്റെ അവിടെ പോയി നെയ്ച്ചോറ്റിക്ക് ഇടുന്ന ഓല കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ഏതാണ് ആ ഓല? അപ്പം അതാ ആദ്യം നമ്മൾ വലിയ ഉള്ളി ഇടാണ്, ചെറുതായിട്ട് അരിഞ്ഞ വലിയുള്ളി. അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇടുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ മുന്തിരിയും കൂടി ഇട്ടുങ്ങാണ്ട് ഇത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇത് നമ്മൾ മുന്തിരിയും കൂടി ഇടുകയാണ് കേട്ടോ ഇതിലേക്ക്. അപ്പം അതാ ഇങ്ങോട്ട് കട്ടിച്ചിട്ട് നമ്മളിത് കോരി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വറുത്തെടുത്ത മുന്തിരിയും അണ്ടിയും ഉള്ളിയും ഒക്കെ കോരി മാറ്റിയെടുത്ത് വെച്ചിരിക്കണം. അപ്പം അതേ കുക്കർക്ക് തന്നെ നമ്മളിതാ വെള്ളം കണക്കാക്കിങ്ങാണ്ട് നമ്മൾ എത്ര നായിയാണോ അരി ഇടുന്നത് അതിനനുസരിച്ച് വെള്ളം കണക്കാക്കിങ്ങാണ്ട് അതിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉമ്മൂട്ടിയാത്താൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന നെയ്ച്ചോറ്റിൻ്റെ ഓല, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇടും കേട്ടോ ഈ ഓല. അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇടുന്നത്. നമ്മളിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കൽ കൂടുതലും. കല്ലുപ്പ് പൊടിച്ചുങ്ങാണ്ടാണ് കേട്ടോ നമ്മളമ്മ ഉപയോഗിക്കൽ. അപ്പോൾ അത് നമ്മൾ അതിലേക്കുള്ള ഏലക്കായും പട്ടയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് നല്ലോണം തിളച്ചിട്ട് നമ്മൾ ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കോരി കൊണ്ട് ഇടി അങ്ങനെ. അപ്പോൾ അതാക്കണേ നമ്മൾ അരിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇനി ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ. അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിനനുസരിച്ചുള്ള വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആവും. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം. അടുത്തത് ചിക്കൻ കറിയും കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കാരണം നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കണേ. നമ്മളെ കുക്കറത്തെ വെള്ളം കഴിഞ്ഞിട്ടില്ലേ, അതാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു ഇത് കാണുന്നത്. എണ്ണയൊക്കെ നല്ലോണം ചൂടാക്കണേക്ക് കുറച്ച് ഉലുവ ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉലുവ പൊട്ടിത്തെറിച്ചുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. അപ്പം നമ്മളിതേക്ക് ഉള്ളി ഇടുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള. നമ്മളെ നെയ്ച്ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ കറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 2 തക്കാളി ഉണ്ടെന്ന് അരിഞ്ഞത് അതും കൂടി ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിരിക്കണ്.
പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് കേട്ടോ, ചതച്ചതല്ല ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിക്കണുണ്ടോ, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, നമുക്ക് എരിവ് കുറച്ച് മതിയാവുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിക്കണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും പിന്നെ അതേപോലെ നമുക്ക് വെള്ളവും എത്ര കറി വേണം അതിനനുസരിച്ചുള്ള കുറച്ച് കറികളോട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിക്കണ്. അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കന് ലിവർ പാർട്സിന്. അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയാവും, ചോറ് അവിടെ റെഡിയാവും. നമ്മൾ നോമ്പ് തുറക്കാൻ പിന്നെ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പം നമ്മൾ ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോഴാണ് കേട്ടോ ഓറഞ്ച് അടിച്ചണത്. അപ്പോൾ നമ്മൾ ഓറഞ്ചൊക്കെ തൊലിച്ചൊക്കെ റെഡിയാക്കിങ്ങാണ്ട് വെക്കണുള്ളൂ, അടിച്ചണില്ല, മിക്സിയിൽ അരച്ച് വെക്കണില്ല, ജ്യൂസാക്കി വെക്കണില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് എണ്ണക്കടി കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ദിനിലേട്ടൻ്റെയൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്ന കട്ട്ലേറ്റാണ് കേട്ടോ. എന്നാൽ കട്ട്ലേറ്റ് നമുക്ക് കട്ട്ലേറ്റാണ്. അപ്പം നമ്മളിത് നോമ്പ് തുറക്കാൻ സമയത്തുള്ളൂ കേട്ടോ എടുത്തുകൊണ്ട് റെഡിയാക്കി വെക്കണത്. അങ്ങനെ ഇതാ ഞാൻ വൈകുന്നേരം ബാങ്ക് കൊടുക്കാനൊക്കെ സമയം, അപ്പോൾ പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് വത്തക്കയാണുള്ളത്. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ അപ്ലോഡ് ആക്കണം വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ അസ്സലാമു അലൈക്കും.